ഇവിടെ മഹീനൊപ്പം കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇതാണ് കരോള. സിസ്റ്റർ, പുറത്തൊരു മദാമ വന്നിട്ടുണ്ട്. അപ്പം കരോളെ കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവും എന്താണ് കാര്യം എന്നുള്ളത്. ഇനിയാണ് താത്തന്റെ കഴിവ് കാണിക്കുന്നത്. അത് ഞാൻ കാണിക്കും. എല്ലാം ഞാൻ തീരുമാനിച്ചു. ജോസഫേ, എന്തുള്ളത് കേട്ടൂടെ പാട്ട്? നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ സിനിമയെ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എന്താ പറയാ, യാത്രകളിൽ കണ്ടുമുട്ടുന്ന പെൺകുട്ടികളെ മാത്രമേ തിരഞ്ഞെടുക്കാറുണ്ട്. തിരുമേനി മറ്റൊന്നും വിചാരിക്കരുത്. ഞാൻ എന്ത് വിചാരിക്കാനാ? ഒന്നുകൂടി ട്രൈ ചെയ്യുന്നില്ലേ? പിന്നെ എപ്പോഴും പബ്ജി കളിക്കാനാണല്ലോ ആൾക്കാർ എന്നെ അന്വേഷിച്ച് വരുന്നത്. ചില സമയത്ത് സ്വന്തമായിട്ടിരിക്കുമ്പോൾ പൊട്ടിക്കരയാറ്. എന്താ നിന്റെ പ്രശ്നം? പ്രേമം ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ എന്താ പറഞ്ഞ, ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാരോട് പ്രണയം തോന്നാറുണ്ടോ? ഇപ്പൊ പ്രണയം കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള വലിയൊരു മനക്കെട്ടി ഉള്ളത് കൊണ്ട് എങ്ങനെ സാധിക്കും? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അങ്ങനെ പ്രണയത്തിൽ അകപ്പെടാറില്ല. അതൊക്കെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലോ ചേർത്തി, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. അപ്പം ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിനൊക്കെ അങ്ങനെ താല്പര്യമുള്ള ആളാണ്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ഒരിക്കലും ഇല്ല. കാരണം പ്രണയങ്ങളെ എന്താ പറയാ, ഭയങ്കര വാല്യൂയോടെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോ. എന്റെ അധോലോക ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടി. പല ആളുകളും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ കൂടുതൽ പെൺകുട്ടികളോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. അതിന്റെ കാര്യം വേറെയാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ബട്ട് ഈ ഒരു പെൺകുട്ടികളെല്ലാം എൻ്റെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ യാത്ര വഴിയിലൊക്കെ ലിഫ്റ്റ് അടിച്ചപ്പോൾ പല സ്ത്രീകളും എന്നെ വീട്ടിൽ കൊണ്ടുപോയി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാൻ നന്നാവില്ല. പിന്നെ ഞങ്ങള് നിങ്ങളുടെ ഈ ഒരു സ്പേസിൽ തന്നെ വന്നിട്ട് ഈ ഒരു സെയിം ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ നാളെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള മറുപടിയായിട്ട് ഞാൻ ചിലപ്പോൾ വരുമായിരിക്കും. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി. തൽക്കാലം ഇത്രയും മതി.